ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ആക്രി മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ ഒറ്റപ്പാലം സബ് കളക്ടറുടെ സന്ദർശനം. ബുധനാഴ്ച വൈകുന്നേരത്തോടെയാണ് സബ് കളക്ടർ പി.വി. നൂഹ് ഓങ്ങല്ലൂരിൽ എത്തിയത്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആക്രി സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും എല്ലാ ആക്രി സ്ഥാപനങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകുവാനും സബ് കളക്ടർ നിർദ്ദേശിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ ആക്രി മാലിന്യങ്ങൾ അലക്ഷ്യമായി സംഭരിക്കുന്നത് മൂലം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ പിടിയിലാണ് പഞ്ചായത്ത് നിവാസികൾ. ആക്രി സ്ഥാപനങ്ങളുടെ മറവിൽ കൊണ്ടുവന്നു തള്ളുന്ന ഇ വേസ്റ്റ് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. പൂട്ടിപ്പോയ സ്ഥാപനങ്ങളുടെ മാലിന്യങ്ങൾ പോലും ഇന്നും അലക്ഷ്യമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുന്നുകൂടി കിടക്കുകയാണ്. ഇതിനെതിരെ കർശന നടപടിയുമായി പഞ്ചായത്ത് രംഗത്തിറങ്ങിയെങ്കിലും പലരുടെയും നിസ്സഹകരണം നടപടികൾ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം എംഎൽഎ മുഹമ്മദ് മൂസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇ വേസ്റ്റും ആശുപത്രി മാലിന്യങ്ങളും സംഭരിക്കുന്നത് നിരോധിക്കുവാൻ ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുവാൻ തീരുമാനിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഒറ്റപ്പാലം സബ് കളക്ടറും പഞ്ചായത്ത് പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുമെന്നും അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ ആക്രി മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടുവാൻ സബ് കളക്ടർ പി.ബി. നൂഹ് ഓങ്ങല്ലൂരിൽ എത്തിയത്. കാരക്കാട്, പാറപ്പുറം, വാടാനംകുറിശി വില്ലേജ് ഓഫീസ് പരിസരം തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ സബ് കളക്ടർ സന്ദർശനം നടത്തി. ആക്രി മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നാട്ടുകാർ സബ് കളക്ടറെ ധരിപ്പിക്കുകയും ചെയ്തു. ഈ ഭാഗത്താണ് പിന്നെ ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ടെൻറ്റിലെ വെള്ളമൊക്കെ നാശമായിരുന്നു. 30-ാം തീയതി വരെ ഒരു പൊടി സാധനങ്ങൾ ഓങ്ങല്ലൂർ തടുക്കും. ഞങ്ങൾ അസോസിയേഷൻ വണ്ടി വരികയാണെങ്കിൽ ഓങ്ങല്ലൂർ തടുക്കണം. ഇത് സാറേ എല്ലാ വർഷവും തീരുമാനമാണ് പേരത് കേട്ടോ. എല്ലാ വർഷവും പേര് ഉണ്ടാകുന്ന തീരുമാനമാണ്. ഇവരൊരു തീരുമാനം എടുത്തിട്ട് ഇപ്പൊ അത് നടപ്പിലാക്കിയിട്ടില്ല. പഞ്ചായത്തിനോട് തീരുമാനിക്കാൻ ആൾക്കാർ വേറെ ആരുമല്ല. എനിക്കിത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഈ സാധനം കംപ്ലീറ്റ് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. ഒരു സാധനം കാണാൻ പാടില്ല. ഇത് പറയുന്നത് തമാശയല്ല പറയുന്നത്. പിടിച്ച് ഞാൻ അകത്തിടും. പറഞ്ഞ മനസ്സിലായോ? പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മഴ ജൂണിൽ ഉണ്ടാവും അറിയാമായിരുന്നല്ലോ. അപ്പോഴേക്കും ഓട്ടോമാറ്റിക് ഇത് കവറേജ് വരുമെന്നാണ് വിചാരിച്ചത്. എന്തായാലും പറ്റി ഷെഡ് കെട്ടാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ സാധനം ഇറക്കുന്നതിലും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അല്ല, നിങ്ങളല്ല ഇനി തീരുമാനിക്കുന്നത്. ഇനി ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറയാൻ തീരുമാനിച്ചത്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ആക്രി മാലിന്യങ്ങൾ ഇടവരുത്തുന്നതായി പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം നാട്ടുകാർ സബ് കളക്ടറോട് വിശദീകരിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ ആക്രി സ്ഥാപനങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകുവാൻ സബ് കളക്ടർ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി നടപടിയെടുക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്ഥാപനത്തിൽ പോലും പ്രോപ്പറായിട്ടുള്ള ലൈസൻസോ പ്രോപ്പറായിട്ടുള്ള പ്രിക്കോഷൻസോ എടുത്തിട്ടല്ല ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇ വേസ്റ്റ് മുതൽ അതുപോലെ തന്നെ നിറയെ കൊതുക് വളരുന്ന ടയറിന്റെ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് പൊടിക്കുന്ന സ്ഥാപനങ്ങൾ, കുപ്പികളുടെ സ്ഥാപനങ്ങൾ, അങ്ങനെ മാസീവായിട്ടുള്ള വയലേഷനാണ് കാണുന്നത്. ഈ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ലാർജ് നമ്പറിൽ കൊതുകുകളുണ്ട്. അപ്പോൾ കോളനികളിലൊക്കെ മാസീവായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെങ്കി ഫീവർ പോലുള്ള ഇൻഫെക്ഷൻസ് ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പം ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കുറെ സ്റ്റെപ്സ് എടുക്കേണ്ടതുണ്ട്, നടപടികൾ. ഒരു നടപടി ഇതാണ്. പകുതിയിലധികം സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ, യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ആ സ്ഥാപനങ്ങൾ 100% ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഈ ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ സ്ഥാപനങ്ങളിലും ഷെഡുകൾ ഉള്ളത് വളരെ നാമമാത്രമാണ്. നോമിനൽ കേസിൽ മാത്രമാണ് ഷെഡുകൾ കവർ ചെയ്യുന്നുള്ളൂ. ആ ഷെഡുകൾ കവർ ചെയ്യാത്തത് 100% ഷെഡ് കവർ ചെയ്ത പ്രോപ്പർ പ്രൊട്ടക്ഷനോട് കൂടി ചെയ്യുന്ന കേസിൽ മാത്രമാണ് ഫർദർ ഇത് പെർമിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. വയൽ നികത്തി ആക്രി സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥല ഉടമകൾക്കെതിരെ 3 ദിവസത്തിനകം നോട്ടീസ് നൽകുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഓങ്ങല്ലൂരിലെ ആക്രി മാലിന്യ വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ഉടൻ ഒറ്റപ്പാലത്ത് വിളിച്ചു ചേർക്കും. നിരവധി പേരുടെ ഉപജീവന മാർഗം കൂടിയായ ആക്രി കച്ചവടവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗങ്ങളും ആരായുമെന്നും സബ് കളക്ടർ പി.ബി. നൂഹ് പറഞ്ഞു. കുറെ പ്ലോട്ടുകൾ വെറ്റ്ലാൻഡിന്റെ വയലേഷനാണ്. പാടങ്ങളാണ്. പാടങ്ങൾ ഒരു കാരണവശാലും നികത്താൻ പറ്റാത്തതാണ്. അതിൽ ഒരു വസ്തുവും സ്റ്റോർ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിന്റെ വയലേഷനുള്ള എല്ലാ കേസുകളിലും വെറ്റ്ലാൻഡ് ആക്ടിന്റെ വയലേഷൻ എന്നുള്ള നിലയ്ക്ക് നടപടികൾ എടുക്കുകയാണ്. അതിൽ സെക്ഷൻ 12(2) പ്രകാരം ഇതിന്റെ ഉടമയ്ക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വില്ലേജ് ഓഫീസർ വിതിൻ 3 ഡേയ്സ് JFCM കേസ് ഫയൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ കേസുകൾ റിവ്യൂ ചെയ്യുന്നതാണ്. അതാണ് ഒരു നടപടി.
വെറ്റ്ലാൻഡുകളിലുള്ള ഈ കാണുന്ന 4-5 പ്ലോട്ടുകൾ ഇവിടെ തന്നെ കണ്ടു. അതെല്ലാം വെറ്റ്ലാൻഡാണ്. അത് 100% അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടതാണ്. അതിൽ തന്നെ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ ചെരുപ്പിന്റെയും മറ്റും സോളിട്ട് ഫില്ല് ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. ഇൻ ദാറ്റ് കേസ് അതെല്ലാം റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതൊരു മാസീവ് വർക്കാണ്. തീർച്ചയായിട്ടും അതാണ് ഒരു നടപടി. ഇമ്മീഡിയറ്റ് ആയിട്ടും ഈ പറയുന്ന എല്ലാ ആളുകളുടെയും ഒരു മീറ്റിംഗ്, ലാൻഡ് ഓണേഴ്സിന്റെയും അതുപോലെ തന്നെ ഇതിന്റെ സ്ഥാപനത്തിന്റെ ഉടമകളുടെയും ഒരു മീറ്റിംഗ് ഒറ്റപ്പാലത്ത് വിളിക്കുന്നുണ്ട്. അതിന്റെ കൺസേൺഡ് ജനപ്രതിനിധികളും മറ്റ് ആളുകളെയും അടക്കം ഒരു മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. അതിൽ വെച്ചിട്ട് ഒരു ഡെഡ് ലൈൻ കൊടുക്കാം. അതിനുള്ളിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ എല്ലാ വേസ്റ്റുകളും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും അതിന്റെ അറ്റ് ദി സെയിം ടൈം നോക്കൂ, ഇതൊരു വലിയ പ്രവർത്തനമാണ്. ഇവിടെ ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടുന്നതും ജീവിക്കാനുള്ള മാർഗം കൂടിയുള്ളതാണ്. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ലോങ് ടൈമിൽ ആലോചിക്കുന്നത്. അതിനുള്ള നടപടികൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. സബ് കളക്ടർക്കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാർ പറമ്പിൽ, തഹസിൽദാർ KR പ്രസന്നകുമാർ, സെക്രട്ടറി ഷാജുമോൻ കാവ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സജി, മറ്റു പഞ്ചായത്ത് മെമ്പർമാരും ഉണ്ടായിരുന്നു.